بسم الله الرحمن الرحيم ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس وباءوا بغضب من الله وضربت عليهم المسكنة ذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروا والله عليم بالمتقين بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണയുടെ വിശാലത കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ സ്വർഗ്ഗത്തിലും ഇതേപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ ഫضل നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇംറാൻ, അതിലെ 112 മുതൽ 115 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലത്തെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ സൂറത്തിൽ ഏകദേശം കൂടുതലായി കേട്ടിട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചാണ്, അഹ്ലി കിതാബുകളെ സംബന്ധിച്ചാണ്, അഥവാ വേദം നൽകപ്പെട്ടിട്ടുള്ള ജൂത നസാറാക്കളെ സംബന്ധിച്ചാണ്. അവരുടെ പ്രവർത്തനപരമായി അല്ലാഹു അവരുടെ ജീവിതത്തിൽ വലിയ കടുത്ത പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടായി. അവർ ചെയ്തത് ചെറുതൊന്നുമല്ല. അല്ലാഹുവിന്റെ വചനങ്ങളെ അവർ അവഗണിക്കുകയും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും അതേപോലെ തന്നെ അന്യായമായി അമ്പിയാക്കളെ കൊല്ലുകയും മറ്റുള്ളവരുടെ സമ്പത്തുകൾ കവർന്നെടുക്കുകയും എന്ന് വേണ്ട ഭൂമിയിൽ ചെയ്യാവുന്ന അന്യായങ്ങളും അക്രമങ്ങളും മുഴുവനും അവർ പ്രവർത്തിച്ചു. ഒരു ന്യൂനപക്ഷം അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ഒന്നാമതായി അല്ലാഹു അവരുടെ മേൽ നടപ്പിലാക്കിയത് ദുരിബത് അലൈഹിമുദ് ദില്ലതു ഐനമാ തുഖിബു. അവർ എവിടെയായിരുന്നാലും അപമാനം അവരിൽ വന്ന് പതിച്ചുകൊണ്ടേയിരിക്കും. അപമാനം അവർ എവിടെ, ഏത് ലോകത്ത്, ഏത് മുക്കിലും മൂലയിൽ പോയി താമസിച്ചാലും അപമാനം അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും, അവരുടെ മേൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ലോക രാജ്യങ്ങൾ
കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇസ്രായേൽ തരം താഴ്ന്നു. അവർ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഏതാനും ചില രാജ്യങ്ങൾ മാത്രമാണ്. ഏറ്റവും വലിയ അപമാനമല്ല ലോകത്തിന്റെ മുന്നിൽ. പക്ഷേ ആ ഇസ്രായേലിയരായ ആളുകളിൽ നല്ലവരായ ആളുകളുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുണ്ട്, വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പൊതുവിൽ അവർ മുഴുവനും അള്ളാഹുവിന്റെ അപമാനം സഹിച്ചുകൊണ്ടിട്ടാണ് അവർ കഴിയുന്നത്. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ അടുത്തൊരു ഉദാഹരണമാണ്. അള്ളാഹ് പറഞ്ഞ ഒന്നാമത്തെ പറഞ്ഞ എന്താണ്? അവർ എവിടെ പോയി പാർത്താലും, അവർ എവിടെ പോയി താമസിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പിന്നാലെ അപമാനത്തിന് അവരുടെ മേൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ വബാഉ ഇല്ലാ ബിഹബിലിൻ മിനല്ലാഹി വഹബിലിൻ മിനന്നാസ്, എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള ചെറിയൊരു അവലംബം, ചെറിയൊരു സഹായവും ജനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ചെറിയ സഹായവും അല്ലാതെ വേറെ ഒന്നും അവർക്ക് ലഭിക്കാനില്ല, അവർക്ക് ലഭിക്കുകയില്ല. മാത്രമല്ല വബാഉ ബിഗളബിൻ മിനല്ലാഹ്, നിത്യമായി അവർ അള്ളാഹുവിന്റെ കോപത്തിനിരയാവുകയും ചെയ്തിരിക്കുന്നു. വദുരിബത് അലൈഹിമുൽ മസ്കന, അവരുടെ മേൽ ഹീനത്വം എന്ന് പറയുന്നത് അവരുടെ മേൽ വന്ന് വീഴുകയും അവരുടെ മേൽ വന്ന് പതിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 3 ശിക്ഷയെ പറ്റിയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. എന്താണ് ഒന്നാമത്തത്? അവർ എവിടെ പോയി വസിച്ചാലും അപമാനം എന്ന് പറയുന്നത് അവരുടെ പിന്നാലെ ഉണ്ടാകും. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ കോപത്തിന് അവര് പാത്രീഭൂതരായവരാണ്. നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയിൽ അവസാനം നിർത്തുന്ന സമയത്ത് നമ്മൾ പാരായണം ചെയ്യുന്നു, വലല്ലാഹീൻ, വഴിപിഴച്ചവർ. ആ ഭാഗത്തിന്റെ വിശദീകരണത്തിൽ വളരെ പ്രധാനമായും എടുത്തു പറയപ്പെട്ടിട്ടുള്ളത് ജൂതന്മാരായ ആളുകളാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെ പറ്റിയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ കോപം അവരുടെ മേലാണ്. മൂന്നാമത്തതോ അള്ളാഹ് പറഞ്ഞു, അവർ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ അവരുടെ മേൽ ഹീനത്വം എന്ന് പറയപ്പെടുന്നത് അവരുടെ മേൽ വന്നു ഭവിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാരണം? അവർ അള്ളാഹുവിന്റെ വചനങ്ങളെ പുച്ഛിച്ചു തള്ളി. രണ്ടാമത്തതോ അമ്പിയാക്കളെ അന്യായമായി അവർ കൊന്നുകളഞ്ഞു. അവരുടെ ധിക്കാരവും അവരുടെ അതിക്രമവും അവരുടെ അഹങ്കാരവും നിമിത്തമാണ് അള്ളാഹു ഈ 3 കഠിനമായ ശിക്ഷ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കാരണമായി തീർന്നത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഈ ചരിത്രം നമ്മളോട് വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് എന്തിനാണ് പറഞ്ഞു തന്നത്? നമുക്ക് ഗുണപാഠത്തിന് വേണ്ടിയാണ്. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളും സൂക്ഷിച്ചോണം. നിങ്ങളുടെ മുൻഗാമികൾ ഏതൊരു ശിക്ഷയാണോ ഈ ഭൂമി ലോകത്ത് വെച്ച് അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങിയത്, അത് നിങ്ങളെയും പിന്തുടരും. നിങ്ങൾ ധിക്കാരവും അതിക്രമവും ഭൂമിയിൽ പ്രവർത്തിച്ചാൽ, അള്ളാഹുവിന്റെ വചനങ്ങളെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് യാതൊരു വിധമായ വിലയും നിങ്ങൾ കൽപ്പിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഈ പറയപ്പെട്ട ശിക്ഷകൾ നിങ്ങളെയും പിന്തുടരും. അപമാനം നിങ്ങളെ പിന്തുടരും, ഹീനത്വം നിങ്ങളുടെ തലയിൽ വന്ന് വീഴും, അള്ളാഹുവിന്റെ കോപത്തിന് നിങ്ങൾ പാത്രീഭൂതരാകേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളണേ എന്നാണ് ഈ ആയത്തിന്റെ ധ്വനി. നമ്മുടെ മുന്നിൽ ഓതിക്കേൽപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൈസു സവാഅൻ മിൻ അഹ്ലിൽ കിതാബ്, നിങ്ങൾ ധരിച്ചു പോകല്ലേ, അഹ്ലി കിതാബികളായ ആളുകൾ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാം അങ്ങനെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. തൊട്ടടുത്ത ആയത്തിൽ എന്ന് പറയാൻ ഞാൻ ഈ സംഭവം പറയുമ്പോഴും അഹ്ലി കിതാബികളായ ആളുകൾ മുഴുവനും അങ്ങനെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. പിന്നെയോ, ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാതില്ലാഹ്, ഉമ്മത്തുൻ ഖായിമത്തുൻ,
നേർവഴിയിൽ നിലകൊണ്ട ഒരു വിഭാഗം അക്കൂട്ടത്തിലുണ്ട്. നേർവഴിയിൽ നിലകൊണ്ട ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്. പിന്നെയോ യത്ലൂന ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങൾ അവർ നിത്യമായി പാരായണം ചെയ്യുകയും ചെയ്യുന്നു. ആനാഅല്ലൈലി, പ്രത്യേകിച്ച് രാത്രി വേളകളിൽ നമസ്കരിക്കുകയും ആ നമസ്കാരത്തിലൂടെ വേദഗ്രന്ഥം അവർ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. വഹും യസ്ജുദൂൻ, പാതിരാ നേരത്ത് അവർ അല്ലാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. അങ്ങനെയും ഒരുപിടി ആളുകൾ അക്കൂട്ടത്തിലുണ്ട് കേട്ടോ. എല്ലാവരും മറ്റേപ്പെട്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നെയോ യുഅ്മിനൂന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാ കൂട്ടത്തിലുണ്ട്. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ പറ്റിയും വിശ്വസിച്ചവരുണ്ട്. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയായ കാര്യങ്ങൾ ഉപദേശിച്ചവരും അക്കൂട്ടത്തിലുണ്ട്. വയൻഹൗന അനിൽ മുൻകർ, ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ വിലക്കി അരുതേ എന്ന് പറഞ്ഞ് വിലക്കിയവരും അക്കൂട്ടത്തിലുണ്ട്. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയായ കാര്യങ്ങളിൽ വളരെ ധൃതി കാണിച്ചവരും അക്കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഉലൈക മിനസ് സ്വാലിഹീൻ, അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ സജ്ജനങ്ങളായ ആളുകൾ, സദ്വൃത്തരായ ആളുകൾ. അപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്ത് ഇറങ്ങുന്നത്, ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഇശാ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരത്തെ പിന്തിച്ചു. ഇശാ നിസ്കാരത്തെ പിന്തിച്ചു, പറഞ്ഞാണോ? ഇശാ നിസ്കാരത്തെ പിന്തിച്ചു. ഇമാമത്തിന് വരാൻ അല്പം താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം ചെയ്താണ്. അപ്പൊ എന്താണ്, നബി തങ്ങൾ ഉള്ളപ്പോ ഇമാമ വേറെ ആളില്ല, വേറെ ആൾ ഇമാമത്ത് നിൽക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്തു, സഹാബാക്കൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുമ്മ ഖറജ ഇലൽ മസ്ജിദ്, നബി ഹുജ്റയിൽ നിന്ന്, റൂമിൽ നിന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് ഇമാമത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു. ഈ സമയം ഈ സമയത്ത് ജനങ്ങളെല്ലാം നിസ്കാരത്തെ പ്രതീക്ഷിച്ച് സംസ്കരിച്ച് ദൂരെയൊക്കെ പോകേണ്ട ആളുകളുണ്ട്. നടന്നാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പോലെ വാഹനവും കാര്യങ്ങളൊക്കെ ഇല്ല. വളരെ ദൂരത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിസ്കരിക്കണം എന്നുള്ള താല്പര്യത്തിൽ ഇശാ ആണ് പ്രധാനപ്പെട്ട നിസ്കാരമാണ്. ഒരിക്കലും വന്നിരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം എല്ലാം നിർവഹിച്ചിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ അറിയണേ, ഇന്നഹു ലൈസ മിൻ അഹ്ലി ഹാദിഹി അല്ലദിയാന അഹദുൻ യദ്കുറുല്ലാഹ ഹാദിഹി സ്സാഅതി ഗൈരിക്കും. സഹാബാക്കളെ, നിങ്ങൾക്ക് ചുറ്റും എത്രയോ മതക്കാരായ ആളുകളുണ്ട്, മതത്തെ പിന്തുടരുന്ന ആളുകളുണ്ട്. പക്ഷേ അവരാരും ഈ സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കുന്നില്ല. നിങ്ങളല്ലാതെ ഈ സമയത്ത്, ഈ പാതിരാ നേരത്ത്, ഈ ഇശാ നിസ്കാരത്തിലൂടെ അല്ലാഹുവിനെ നിങ്ങളല്ലാതെ ഈ ഭൂമി ലോകത്ത് ആരും സ്മരിക്കുന്നില്ല. ആ വലിയ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ആ വലിയ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ലൈസൂ സവാഅൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബികളായ ആളുകൾ എല്ലാവരും നേരത്തെ പറയപ്പെട്ടതുപോലെയല്ല. ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹ് ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ, രാത്രിയുടെ വൈകിയ വേളയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ആ നിസ്കാരത്തിലൂടെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയും
അവര് സാഷ്ടാംഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. യുഅ്മിനൂന ബില്ലാഹ്, അവരുടെ മറ്റൊരു ഗുണം അല്ലാഹുവിൽ അചഞ്ചലമായി അവർ വിശ്വസിച്ചവരാണ്. വൽ യൗമിൽ ആഖിർ, പരലോകത്തെ പറ്റിയും അവർ വിശ്വസിച്ചവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫ്, ജീവിതകാലം മുഴുവനും നന്മ ഉപദേശിക്കുന്നവരാണ്. വയൻഹൗന അനിൽ മുൻകർ, തിന്മ കണ്ടാൽ ആ തിന്മയെ വിലക്കുന്നവരാണവർ. യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏറ്റവും നല്ല കാര്യങ്ങൾ പിന്തിക്കുന്നവരില്ല. നല്ല കാര്യങ്ങൾ മുന്നിൽ വന്നാൽ പെട്ടെന്നത് ചെയ്തു തീർക്കുന്നവരാണ്. വൗലായിക മിനസ് സ്വാലിഹീൻ, അവരാണ് യഥാർത്ഥ സച്ചരിതരായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ. ഇതൊക്കെ ഈ സംഭവം ഒന്ന് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. അല്ലാഹു പറയാണ്, വമാ യഫ്അലു മിൻ ഖൈരിൻ ഫലൻ യുഗ്ഫറൂ, അല്ലാഹു ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കാതിരിക്കുകയില്ല, ഒരിക്കലും അത് തടയുകയില്ല. അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക തന്നെ ചെയ്യും. വല്ലാഹു അലീമുൻ ബിൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളെ നന്നായിട്ട് അറിയുന്നവനാണ്. അല്ലാഹു മുത്തഖീങ്ങളെ നന്നായിട്ട് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രിയിൽ വൈകി പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് കാര്യങ്ങൾ ബോധിപ്പിച്ച് അവിടുത്തെ സഹായങ്ങൾ നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ വിശേഷിപ്പിച്ച ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു തആല ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس وباءوا بغضب من الله وضربت عليهم المسكنة ذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروه والله عليم بالمتقين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم.